പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാഴ്ചകൾക്ക് മുമ്പ് കഠിനമായ ചൂടിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ ആ ചൂട് മാറി നിരന്തരം മഴ പെയ്ത് പലയിടത്തും പ്രളയം സൃഷ്ടിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ വലിയ ഖുദ്റത്തും മനുഷ്യരുടെ ദൗർബല്യവും ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങളാണ് ഓരോ നിമിഷവും നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കഠിനമായ ചൂടുണ്ടായിട്ട് സൂര്യതാപമേറ്റ് നമ്മുടെ നാടുകളിലൊക്കെ, കേരളത്തിൽ തന്നെ പല ആളുകളും മരണപ്പെട്ട വാർത്തകൾ രണ്ടാഴ്ച മുമ്പ് നമ്മൾ വായിച്ചിരുന്നു. ഇപ്പോൾ പ്രളയത്തിൽ പെട്ടുകൊണ്ട്, അതികഠിനമായ മഴയിൽ പെട്ടുകൊണ്ട് ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ വാർത്തകളും ചിത്രങ്ങളുമാണ് എല്ലായിടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിനോട് മഴയ്ക്ക് വേണ്ടി നമ്മൾ എപ്പോഴും തേടുകയും ആ മഴ എല്ലാവർക്കും ഗുണകരമാവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ദുആ ചെയ്യുകയും വേണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴ പെയ്യാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു. മഴ പെയ്യാൻ ഒരുങ്ങുമ്പോൾ അല്ലാഹുമ്മ ജഅൽഹു സ്വയ്യിബൻ നാഫിഅ എന്ന പ്രത്യേകമായൊരു പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി തങ്ങൾ ചെയ്തിരുന്നത്. മഴ ഗുണകരമാവുന്ന സാഹചര്യങ്ങളുണ്ട്, മഴ ദോഷമാകുന്ന ഘട്ടങ്ങളുണ്ട്. വിശുദ്ധമായ ഖുർആൻ തന്നെ പല വിധത്തിലുള്ള സംഭവങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് അതികഠിനമായ പ്രളയമുണ്ടാവുകയും അവിശ്വാസികൾ ആ പ്രളയത്തിൽ നശിച്ചു പോവുകയും ചെയ്ത ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം മലയുടെ മുകളിൽ വെച്ച് കപ്പൽ പണിത നേരത്ത് അവിശ്വാസികൾ ചോദിച്ചിരുന്നു, നൂഹേ, ഇതെന്തിനാണ് ഈ കപ്പൽ പണിയുന്നത്? അപ്പൊ പ്രളയം ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടാനാണെന്ന് നൂഹ് നബി അവരോട് പറഞ്ഞുപോലും. അതിന് ഈ മലയുടെ മുകളിൽ എവിടെയാണ് വെള്ളം വന്നിട്ട് മൂടാൻ പോകുന്നത്? ഏത് അടുപ്പിൽ നിന്നാണ് നിനക്ക് വെള്ളം കിട്ടുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാമിനെ അക്കാലത്ത് അവിശ്വാസികൾ പരിഹസിച്ചിരുന്നു. 950 കൊല്ലം തന്റെ സമൂഹത്തിനോട് തൗഹീദിനെ കുറിച്ച് സംസാരിച്ച പ്രവാചകനാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം. അങ്ങനെയൊക്കെയും പ്രബോധനം നടത്തിയിട്ടും മഹാഭൂരിപക്ഷവും സത്യം ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അവർ അവിശ്വാസികളായി തന്നെ തുടർന്നു. അങ്ങനെയാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നൂഹ് നബി കപ്പലുണ്ടാക്കിയതും ആ കപ്പലിന് സഞ്ചരിക്കാനുള്ള വഴിയെന്നോണം അതേ സമയത്ത് തന്നെ അവിശ്വാസികളെ നശിപ്പിക്കാനും വേണ്ടി വലിയ പ്രളയം അള്ളാഹു ഉണ്ടാക്കിയത്. 2 രൂപത്തിലാണ് ആ നാട്ടിൽ പ്രളയമുണ്ടായത്. ഒന്ന്, ആ നാട്ടിലെ ജനങ്ങൾ തീ കത്തിക്കുന്ന അടുപ്പുകൾ ഉറവ പൊട്ടിക്കുന്ന കേന്ദ്രങ്ങളായി മാറുകയാണ്. ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഹത്താ ഇദാ ജാഅ അംറുനാ വഫാറത് തന്നൂർ. അല്ലാഹുവിന്റെ തീരുമാനം വന്നപ്പോൾ തന്നൂർ എന്ന് പറഞ്ഞാൽ അടുപ്പാണ്. അടുപ്പുകൾ പൊട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഉപരിതലത്തിൽ നിന്ന് ശക്തമായ മഴയും വർഷിക്കാൻ തുടങ്ങി. നിരന്തരം വെള്ളം വരികയാണ്. മുകളിൽ നിന്ന് മഴയായിട്ട് വെള്ളം വരുന്നു, അടിയിൽ നിന്ന് ജലം ഉറവയായും പുറത്തേക്ക് വരുന്നു. ആ ഉറവയായിക്കൊണ്ടും മഴയായിട്ടും വരുന്ന വെള്ളം പ്രളയമായി മാറിയപ്പോൾ അവിശ്വാസികളായ ആളുകൾക്ക് നിക്കക്കള്ളിയില്ലാതെയായി. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അള്ളാഹുവിന്റെ പരീക്ഷണം വന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളുടെ വഴികളൊന്നും മതിയാവുകയില്ല എന്നുള്ള വലിയൊരു പാഠം കൂടി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പുത്രനുണ്ട്, അവിശ്വാസിയായിരുന്നു. ആ പുത്രനോട് നൂഹ് നബി പറഞ്ഞു, മോനെ, നീ കപ്പലിൽ കയറ്, രക്ഷപ്പെടാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ആ സമയത്ത്
നൂഹ് നബിയോട് മകൻ കൻആൻ പറഞ്ഞ മറുപടി, ഞാൻ ആ മലയുടെ മുകളിൽ കയറിയിട്ട് രക്ഷപ്പെടാം. സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ. ഉയരം കൂടിയ പർവ്വതം ചൂണ്ടിയിട്ട് മോൻ പറയാൻ, അവിടെ വെള്ളം വന്നിട്ടില്ലല്ലോ, ഞാൻ ആ മലയുടെ മുകളിൽ കയറിയിട്ട് രക്ഷപ്പെട്ടോളാം. നൂഹ് നബി അലൈഹിസ്സലാം ആ മോനോട് പറഞ്ഞു, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ. ഇന്ന് പടച്ചോന്റെ പരീക്ഷണം ഇറങ്ങിയ ദിവസമാണ് മോനെ, നിനക്ക് രക്ഷപ്പെടാൻ വേറെ പഴുത് കിട്ടൂല കേട്ടോ. നമ്മൾക്ക് വലിയൊരു പാഠം കൂടിയുണ്ട്. കേരളത്തില് വലിയൊരു പ്രളയം വന്നു 2018 മഹാപ്രളയം. കേരളത്തിന്റെ വലിയൊരു ഭാഗം തന്നെ മൂടിപ്പോവുകയും വലിയ നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്ത മഹാപ്രളയം. ആ പ്രളയം വരുന്ന നേരത്ത് ഉയരമുള്ള സ്ഥലങ്ങളിലുള്ള മനുഷ്യന്മാർ ചിന്തിക്കാൻ, താഴ്ന്ന പ്രദേശമൊക്കെ വെള്ളത്തിൽ മുങ്ങി, നമുക്ക് ഏതായാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നമ്മൾ വളരെ ഹൈറ്റ് കൂടിയ സ്ഥലത്തല്ലേ, അടുത്ത കൊല്ലം അതാ ഉരുൾപൊട്ടൽ, അടുത്ത വർഷം ഉരുൾപൊട്ടൽ. എവിടെയെല്ലാം ഉയരം കൂടിയ സ്ഥലങ്ങളുണ്ടോ അവിടെ മുഴുവൻ ഉരുൾപൊട്ടിയിട്ട് മനുഷ്യന്മാർ അതിന്റെ വലിയ ദുരിതം അനുഭവിക്കുകയാണ്. ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ. പടച്ചവൻ ഒരു പരീക്ഷണം ഇറക്കാൻ വിചാരിച്ചാൽ താഴെയുള്ള സ്ഥലത്തല്ലേ പ്രളയം വരൂ എന്ന് കരുതി ഉയരമുള്ളിടത്ത് കയറുന്നിട്ട് കാര്യമില്ല. ആ കയറി നിൽക്കുന്ന സ്ഥലം അപ്പാടെ ഉരുൾപൊട്ടിയിട്ട് നാശമാണ് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത്, മഴ നമ്മൾക്ക് റഹ്മത്ത് തന്നെയാണ്. പക്ഷേ ചില നേരങ്ങളിൽ ദുരന്തത്തിന്റെ രൂപത്തിലും മഴ വരും. അള്ളാഹുവിന്റെ തീരുമാനം ചില നേരത്ത് പരീക്ഷണത്തിന്റെ രൂപത്തിൽ മഴ നമ്മളിലേക്ക് കടന്നു വരും. നിങ്ങൾ നോക്കൂ, സയ്യിദുനാ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിനെ അള്ളാഹു നശിപ്പിച്ചത് സൾഫറിന്റെ മഴ പെയ്യിപ്പിച്ചുകൊണ്ടാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായം സദൂമ നിവാസികളായ ആളുകൾ, ആ ആളുകൾ ലോകത്താരും ചെയ്യാത്ത തിന്മ ചെയ്ത സമൂഹമായിരുന്നു. ലൂത്ത് നബി തന്നെ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ സ്വവർഗരതിയുമായി നടക്കുന്നത്? ലോകത്താരും ചെയ്യാത്ത നെറികേടാണല്ലോ ഈ തിന്മ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരുത്താൻ നോക്കുമ്പോൾ അവരോട്, ലൂത്ത് നബിയോട് ആ സമുദായം തിരിച്ചു പറഞ്ഞത്, നിങ്ങൾ വലിയ പുണ്യാളന്മാര്, നിങ്ങൾ വലിയ വിശുദ്ധന്മാര് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് ചെയ്തത്. പിന്നീടതാ ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിനോടും വിശ്വാസികളായ ആളുകളോടും അള്ളാഹു രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നു. ലൂത്ത് നബിയും വിശ്വാസികളും രക്ഷപ്പെട്ടതിന്റെ ശേഷം ആ സദൂമ നിവാസികൾക്ക് അള്ളാഹുവിന്റെ പരീക്ഷണം വരുന്നു. ഫലമ്മാ ജാഅ അംറുനാ ജഅൽനാ ആലിയഹാ സാഫിലഹാ. അള്ളാഹുവിന്റെ തീരുമാനം വന്നപ്പോ ആ നാടിനെ അള്ളാഹു അടിമേൽ മറിച്ചു കളഞ്ഞു. ജോർദാനിൽ ചാവുകടൽ എന്ന് പറയുന്ന പ്രദേശം ഇപ്പോഴും പോയാൽ നമ്മൾക്ക് കാണാൻ പറ്റും. ലൂത്ത് നബിയുടെ സമുദായത്തിന് അള്ളാഹു നശിപ്പിച്ച കേന്ദ്രമാണത്. അതിന്റെ മുകളിലുള്ള ഭാഗങ്ങൾ മുഴുവനും അടിയിലേക്ക് മറിച്ചു. ഭൂമി അടിമേൽ മറിച്ചുകൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിച്ചു. അവിടെ തീർന്നില്ല. വഅംതർനാ അലൈഹിം ഹിജാറതൻ മിൻ സിജ്ജീലിൻ മൻളൂദ്. ചുട്ടുപഴുത്ത കല്ലുകളാണ് മഴയായിട്ട് അവരുടെ മേൽ വർഷിച്ചത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സൾഫറിന്റെ മഴയാണ് അള്ളാഹു വർഷിപ്പിച്ചത്. അപ്പൊ മഴ ചിലപ്പോ സർവനാശത്തിന്റെ രൂപത്തിൽ വരും, ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷണമായിട്ട് വരും. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴ കാണുമ്പോഴേ ദുആരക്കും, അല്ലാഹുമ്മ ജഅൽഹു സ്വയ്യിബൻ നാഫിഅ. പടച്ചോനെ, ഈ മഴ ഞങ്ങൾക്ക് ഗുണകരമാക്കി തരണമെന്ന്. ഓരോ മഴ കാണുമ്പോഴും മനുഷ്യന്മാർക്ക് പുനർജന്മത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാവണം. മരിച്ചു കഴിഞ്ഞിട്ട് പുനർജന്മമുണ്ടോ എന്ന് സംശയിക്കുന്ന ആളുകളുണ്ടാകും. അത്തരം ആളുകൾക്ക് മഴ ഒരു പാഠം നൽകുമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ നമ്മളോട് പറയുന്നത് കണ്ടില്ലേ നിങ്ങൾ? വമിൻ ആയാതിഹി അന്നക തറൽ അർള ഖാശിഅ. അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല അടയാളമായി ഖുർആൻ പറയുന്നു, നിങ്ങൾ ഭൂമിയിലേക്ക് നിരീക്ഷിക്കുന്നില്ലേ? ഈ ഭൂമി വരണ്ടുണങ്ങിയതായിട്ട്, വരൾച്ച ബാധിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് കേരളത്തിന്റെ തെരുവുകളിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ പറമ്പുകളിലൂടെ നമ്മൾ നടന്നാൽ നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്.
കൃഷിയൊക്കെ ഉണങ്ങിപ്പോയി, നമ്മൾ നടത്തിയ കൃഷികളെല്ലാം നശിച്ചുപോയി, വെള്ളം കിട്ടാതെ വരണ്ടുണങ്ങിയ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള നമ്മൾക്ക് വലിയ ദൃഷ്ടാന്തമാണ് ഈ വരണ്ടുണങ്ങിയ ഭൂമിയുണ്ടല്ലോ. അള്ളാഹു ആ വരണ്ടുണങ്ങിയ ഭൂമിയിലേക്ക് വെള്ളം മഴയായി വർഷിപ്പിച്ചപ്പോൾ ഭൂമിയൊന്ന് ഇളകി, ഭൂമിയൊന്ന് സജീവമായി. അതുവരെ ഉണങ്ങിക്കിടന്നിരുന്ന എല്ലാം പച്ചപ്പ് പിടിച്ച് ഭൂമി പിന്നീട് ഹരിതാപമായി വളരുകയാണ്. ഇനി ഈ മണ്ണിലൊന്നും ഉണ്ടാകൂല എന്ന് നമ്മൾ വിചാരിച്ചിടത്ത് അതാ ഇപ്പോൾ സസ്യങ്ങൾ മുളച്ചു പൊന്തി അവിടെയാകമാനം ഹരിതാപമായി പച്ചപ്പ് പിടിച്ച് നിൽക്കുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. വരണ്ടുണങ്ങിയ ഈ ഭൂമി തന്നെയാണ് നേരത്തെ ഇതിൽ ഇനി ഒന്നും മുളക്കൂല എന്ന് നമ്മൾ വിചാരിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് വെള്ളം കിട്ടുമ്പോൾ ആ ഭൂമി സജീവമാകുന്നത്. എന്നിട്ട് വിശുദ്ധമായ ഖുർആൻ പറയുന്നത് ഇന്നല്ലദീ അഹ്യാഹ, ചത്ത ഭൂമിക്ക് ജീവൻ നൽകിയ പടച്ചവൻ, വരണ്ട ഈ ഭൂമിക്ക് ഹരിതാപം നൽകിയ പടച്ചവൻ, ലമുഹ്യിൽ മൗതാ, മരിച്ചവർക്ക് ജീവൻ നൽകുമെന്ന പാഠമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സൂറത്ത് ഫുസ്സിലത്തിന്റെ 39-ാമത്തെ ആയത്താണിത്. അഥവാ ഈ വരണ്ടുണങ്ങിയ ഭൂമിയിൽ വെള്ളം തട്ടിയപ്പോൾ അവിടെ സസ്യങ്ങൾ തളിർത്തു പൊന്തിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മരിപ്പിച്ചതിന്റെ ശേഷം ജീവൻ നൽകുമെന്ന വലിയൊരു പാഠം നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളുടെ കാഴ്ചയിൽ എല്ലാം ഉണങ്ങിപ്പോയി, എല്ലാം നശിച്ചുപോയി, ഇനിയൊന്നും ഉണ്ടാകൂല എന്നാണ് നിങ്ങളുടെ വിചാരം. എന്നാൽ അതല്ല, അതിനെയെല്ലാം ജീവിപ്പിക്കാൻ പടച്ചവന് കഴിവുണ്ട് എന്നൊരു പാഠമാണ് ഈ മഴ നമ്മളെ പഠിപ്പിക്കേണ്ടത്. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് നമ്മളുടെ റബ്ബ് എന്ന വലിയൊരു ചിന്തയും നമ്മൾക്കുണ്ടാവണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഴ പരീക്ഷണമായിട്ട് വരാറുണ്ട്. മഴ നമ്മൾക്ക് വലിയ പാഠങ്ങളും നൽകുന്നുണ്ട്. ആ മഴയെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും മഴയുടെ പാഠങ്ങൾ പഠിക്കാനും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ മഴയുണ്ടല്ലോ, ഇപ്പോൾ തിമിർത്തു പെയ്യുന്ന മഴ, നമ്മൾ പ്രതീക്ഷിച്ചതിന്റെയും അപ്പുറം നമ്മളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടിപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തിൽ മൊത്തം കിട്ടേണ്ട മഴ അതിന്റെ അപ്പുറമുള്ള മഴ പെയ്തു കഴിഞ്ഞു എന്ന് ഇന്നത്തെ പത്രത്തിലുണ്ട്. അഥവാ ഓരോ മാസത്തിലും വേനൽ മഴ ഇത്ര, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കാലവർഷം വരുമ്പോൾ ഇത്ര മഴയാണ്, ഇത്രയും മില്ലി ലിറ്റർ വെള്ളമാണ് ഭൂമിയിൽ പൊന്തി വരേണ്ടത് എന്നൊരു കണക്കുണ്ട്. ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള മഴ ഈ സമയമായപ്പോഴേക്കും ഈ ഒരാഴ്ച കൊണ്ട് പെയ്തു കഴിഞ്ഞു എന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് ഈ മഴ ഇനിയും തുടരുമെന്നാണ്. വേനൽ മഴയുടെയും കാലവർഷത്തിന്റെയും ഇടയിൽ സാധാരണ ഉണ്ടായിരുന്ന ബ്രേക്ക് ഉണ്ടാകൂല, കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നതാണ്. അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. പക്ഷേ ഈ ജലമുണ്ടല്ലോ, അള്ളാഹു നമ്മൾക്ക് നൽകുന്ന വലിയ നിഅമത്താണ് എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ഓരോരുത്തരും ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. ആ സൂറത്തിന്റെ ഏറ്റവും അവസാനത്തിൽ വിശുദ്ധമായ ഖുർആൻ നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഖുൽ അറഅയ്തും, നിങ്ങൾ പറയൂ, ഇൻ അസ്ബഹ മാഉകും ഗൗറ, നിങ്ങളുടെ വെള്ളം വരണ്ടു പോയാൽ, നിങ്ങൾക്ക് വെള്ളം കിട്ടാതെയായി പോയാൽ, ഫമയ്യീകും ബിമാഇൻ മഈൻ, നിങ്ങൾക്ക് കുടിക്കാൻ പറ്റിയ ശുദ്ധജലം ആരാണ് കൊണ്ടുവന്ന് തരിക എന്നൊരു ചോദ്യം സൂറത്തുൽ മുൽക്കിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. നമ്മൾ അനുഭവിച്ചു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വെള്ളത്തിന് വേണ്ടി ദുആ ചെയ്തിരുന്നവരായിരുന്നു നമ്മൾ. എത്രമാത്രം ശാസ്ത്രീയമായി നമ്മൾ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ മുമ്പിൽ മഴ കിട്ടാൻ, വെള്ളം ലഭിക്കാൻ വല്ല വഴിയുണ്ടായോ? നമുക്കൊരു വഴിയില്ല. സൂറത്തുൽ വാഖയിലും അല്ലാഹു നമ്മളോട് അതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, മേഘത്തിൽ നിന്ന് ആ വെള്ളത്തിനെ ഭൂമിയിലേക്ക് ഇറക്കുന്നത് നിങ്ങളാണോ?
അം നഹ്നുൽ മുൻസിലൂൻ, അല്ലെങ്കിൽ നമ്മളാണോ? അല്ലാഹു നമ്മളോട് ചോദിക്കാൻ. മേഘം നമ്മൾ നേരത്തെ കണ്ടല്ലോ. ആ മേഘം മുകളിൽ കണ്ടിട്ട് നോക്കി പല്ലിളിക്കുക എന്നല്ലാതെ ആ മേഘത്തിൽ നിന്ന് വെള്ളം ഭൂമിയിലേക്ക് താഴ്ത്തി ഇറക്കാൻ നമ്മൾക്ക് പറ്റിയോ? ഇല്ല. ഇപ്പോൾ ഈ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞിട്ട് നിർത്താൻ നമുക്ക് പറ്റുമോ? അതിനും നമ്മൾക്കാവുകയില്ല. നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ് എന്നും അള്ളാഹുവാണ് നമ്മുടെ ഉടമയെന്നും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളാണ് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഴ അള്ളാഹു നമ്മൾക്ക് നൽകുന്ന റഹ്മത്താണ്. ഖുർആനിൽ മഴയെപ്പറ്റി പലതരത്തിലുള്ള പേരുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. സൂറത്തുൽ ശൂറയുടെ 28-ാമത്തെ ആയത്തിൽ മഴയെപ്പറ്റി അള്ളാഹു പറയുന്നത് മഴ കാരുണ്യമാണെന്നാണ്. وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته. ഭൂമിയാകെ വരൾച്ച ബാധിച്ച് ജനങ്ങളെ മുഴുവനും പ്രതീക്ഷേറ്റ് നിൽക്കുന്ന നേരത്ത് ഭൂമിയിലേക്ക് മഴ വർഷിപ്പിച്ചുകൊണ്ട് വയൻശുറു റഹ്മതഹു, റഹ്മത്ത് കാരുണ്യം ഭൂമിയിൽ മുഴുവനും വർഷിപ്പിക്കുന്നത് അല്ലാഹുവാണ്. മഴയെപ്പറ്റി അല്ലാഹു ഈ സൂറത്തിൽ പറഞ്ഞത് റഹ്മത്താണ് എന്നാണ്. എന്നാൽ സൂറത്തു അഅറാഫിന്റെ 96-ാമത്തെ പേജിൽ അല്ലാഹു മഴയെ വിശേഷിപ്പിക്കുന്നത് ബറക്കത്ത് എന്നാണ്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർള്. അവിടെ അല്ലാഹു മഴയെപ്പറ്റി പറയുന്നത് ബറക്കത്ത് എന്നാണ്. എങ്ങനെ റഹ്മത്താണ് മഴ, ബറക്കത്താണ് മഴ, ഭൂമിയുടെ ജീവനാണ് മഴ. ഇങ്ങനെ പല വിധത്തിലും മഴയെ അല്ലാഹു നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഏതായാലും ആ മഴയോട് നമ്മൾ മുഅ്മിനീങ്ങളായ ആളുകൾ പാലിക്കേണ്ട ചില അദബുകളുണ്ട്. ആ അദബുകൾ തീർത്തും നമ്മൾ പാലിച്ചുകൊണ്ട് മഴയോട് നന്ദിയുള്ള ആളുകളായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. എന്താണ് ഇപ്പോൾ ഇങ്ങനെ മഴ പെയ്യുന്നത്? നമ്മൾക്ക് ആളുകൾക്ക് പലർക്കും പലതരത്തിലുള്ള മറുപടി ഉണ്ടാവുക. എന്താ ഇപ്പൊ മഴ വീണത്? ചില ആളുകൾ പറയും ന്യൂനമർദ്ദം കൊണ്ടാണ്, അല്ലെങ്കിൽ ബംഗാളിലുള്ള എന്തോ സംഗതി ഇവിടെ വന്നതുകൊണ്ടാണ്. ഇങ്ങനെ ഇരട്ട ന്യൂനമർദ്ദമാണ് ഇപ്പോഴത്തെ മഴയുടെ കാരണമെന്ന് ഇന്നത്തെ പത്രത്തിലുണ്ട്. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ് പറയാനുണ്ടാവുക. ഒരിക്കൽ ഹുദൈബിയ എന്ന് പറയുന്ന പ്രദേശത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ കൂട്ടി സുബഹി നിസ്കരിച്ച ശേഷം സഹാബത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രഭാഷണം നടത്തി. എന്നിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, അല്ലാഹു എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയോ? അപ്പൊ സഹാബത്ത് പറഞ്ഞു, അല്ലാഹു എന്താ പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല, അല്ലാഹു റസൂലുഹു അലം. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അസ്ബഹ മിൻ ഇബാദി, അല്ലാഹു പറയുന്നത് എന്റെ അടിമകളിൽപ്പെട്ട ചില ആളുകൾക്ക് പ്രഭാതമാകുന്നത് മുഅ്മിനും ബി, എന്നെ വിശ്വസിച്ചുകൊണ്ടും, വകാഫിറുൻ, നേരം വെളുക്കുമ്പോൾ ചില ആളുകൾ മുഅ്മിനായിക്കൊണ്ട് നേരം വെളുക്കുന്നു, എന്നാൽ വേറെ ചില ആളുകൾ പ്രഭാതമൊന്ന് വെളുക്കുമ്പോഴേക്കും കാഫിറായും പോകുന്നു. അഥവാ ഓരോ ദിവസവും പ്രഭാതം പൊട്ടി വിടരുമ്പോ ഇന്നലെ മൂമിനായ ചില ആളുകൾ ഇന്ന് നേരം വെളുക്കുമ്പോ കാഫിറാവുകയാണ്, ഇന്നലെ കാഫിറായ ചില ആളുകൾ ഇന്ന് നേരം വെളുക്കുമ്പോ മൂമിനാവുകയാണ്. എന്താ എന്നിട്ട് അതിന് പറഞ്ഞ കാരണമെന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മഴ വർഷിക്കുന്ന വേളയിൽ ഒരു ഉദാഹരണം പറയാം. മഴ വർഷിക്കുന്ന വേളയിൽ ചില ആളുകൾ പറയും, മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമ്മൾക്ക് മഴ ലഭിച്ചു എന്ന് പറയും ചില ആളുകൾ. ഫദാലിക മുഅ്മിനും ബി, ആ മനുഷ്യൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണ്. എന്തേ ഇപ്പൊ മഴ പെയ്തത്? അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മഴ പെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ മുഅ്മിനാണ്. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, വ അമ്മാ മൻ ഖാല ബിനൗഇ കദാ വകദാ, ഇന്നാലിന്ന ലക്ഷണങ്ങളെ കൊണ്ടാണ് മഴ പെയ്തത്, ആ നക്ഷത്രം അവിടെ ഉദിച്ചിട്ടുണ്ട്, അത് മഴ പെയ്യിപ്പിക്കുന്ന നക്ഷത്രമാണ്, ഏതോ നക്ഷത്രങ്ങളോ മറ്റോ കാരണമാണ് മഴ പെയ്യുന്നത് എന്ന ചിന്തയും വാക്കുമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അല്ലാഹു പറയുകയാണ്, ഫദാലിക കാഫിറും ബി, അത് അല്ലാഹുവിൽ വിശ്വസിക്കാത്തവനാണ്, വമുഅ്മിനും ബിൽ കൗകബ്, അവൻ നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവനാണ്. അപ്പൊ നമ്മളും പറയാറുണ്ട് ഇന്നിപ്പോ ന്യൂനമർദ്ദമുള്ളത് കൊണ്ട് മഴ പെയ്തു എന്ന്. ആ വാക്ക് വിശ്വാസപൂർവ്വമൊന്നുമല്ല പലരും പറയുന്നത്, പക്ഷേ സൂക്ഷിക്കേണ്ട വാചകമാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മഴ കിട്ടി എന്ന് പറയാൻ നമുക്ക് എന്താ ബുദ്ധിമുട്ട്? അതുകൊണ്ട് മഴയോട് നമ്മൾ പാലിക്കേണ്ട അദബുകളിൽപ്പെട്ട ഒന്നാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മഴ ലഭിച്ചു എന്ന് പറയുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്, മഴയുടെ അദബുകളിൽപ്പെട്ടതാണ് പുതുമഴ പെയ്യുമ്പോൾ ആ മഴ കൊള്ളൽ സുന്നത്താണ്.
മഴ എല്ലാ ദിവസവും പുതുമഴ പെയ്യൂല. മഴ പെയ്യുന്ന തുടക്കത്തിൽ പുതുമഴ കൊള്ളുക എന്നുള്ളത് സുന്നത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന്റെ കൂടെ നടക്കുന്ന വേളയിൽ ഒരു ദിവസം പെട്ടെന്ന് മഴ പെയ്തപ്പോ നബി തങ്ങൾ തന്റെ ശരീരത്തിലെ വസ്ത്രം കുറച്ചു ഭാഗം മാറ്റിയിട്ട് മഴ പെയ്യുമ്പോൾ മഴ കൊള്ളാൻ ശ്രമിക്കുകയാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ, നിങ്ങൾ എന്താണ് മഴ പെയ്യുന്ന നേരത്ത് കുപ്പായം പരമാവധി ഇട്ടുകൊണ്ട് മഴയെ പ്രതിരോധിക്കല്ലേ വേണ്ടത്? നിങ്ങൾ കുപ്പായം വെളിവാക്കിയിട്ട് മഴ കൊള്ളുകയാണോ? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലിഅന്നഹു ഹദീസു അഹ്ദിൻ ബിറബ്ബിഹി തആല, അല്ലാഹു നമ്മൾക്ക് ഇപ്പോൾ തരുന്ന ഒരു അനുഗ്രഹമാണിത്. ആ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഈ പുതുമഴ കൊള്ളുന്നത് എന്ന്. അതുകൊണ്ട് പുതുമഴ കൊള്ളൽ സുന്നത്താണ് എന്ന് കരുതിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. മഴ പെയ്യുമ്പോ ആവശ്യത്തിലേറെ മഴ കൊണ്ട് രോഗം പിടിപെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോകരുത്. ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇപ്പോഴൊക്കെ പുതുമഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അത് റസൂലുള്ളാഹി തങ്ങളുടെ കുഴപ്പമല്ല, നമ്മളായിട്ടുണ്ടാക്കുന്ന മലിനീകരണങ്ങൾ അന്തരീക്ഷത്തിലെല്ലാം കിടക്കുകയാണ്. നമ്മുടെ ഫാക്ടറികളും നമ്മളുടെ ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വായു മലിനീകരണം, വെള്ളത്തിന്റെ മലിനീകരണം, ഈ മലിനീകരണം എല്ലാം പലയിടത്തും നമ്മൾക്ക് ശല്യമായി കിടക്കുന്നു. അത് കലർന്ന മഴയാണ് നമ്മൾ കൊള്ളുന്നത് എങ്കിൽ നമ്മൾക്ക് ദോഷമുണ്ടാവാനും സാധ്യതയുണ്ട്. നല്ല ഈമാനും തവക്കുലുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകൂല. പക്ഷേ നമ്മൾ കാര്യകാരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സാന്ദർഭികമായി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്, മഴ പെയ്യുമ്പോൾ ആ മഴ നമ്മൾക്ക് ഗുണമാകാൻ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹുമ്മ ജഅൽഹു ത്വയ്യിബൻ നാഫിയ. ഇടിയുടെ ശബ്ദം കേൾക്കുമ്പോ, മിന്ന് കാണുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വആഫിനാ ഖബ്ല ദാലിക. അല്ലാഹുവേ, ലാ തഖ്തുൽനാ ബിഗളബിക. അതിശക്തമായ ഇടിവെട്ടുമ്പോ അതിന്റെ ശബ്ദം കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, പടച്ചോനെ, നിന്റെ കോപം കൊണ്ട് ഞങ്ങളെ നശിപ്പിക്കരുത്. വലാ തുഹ്ലിക്നാ ബിഅദാബിക, നിന്റെ ശിക്ഷ കൊണ്ട് ഞങ്ങളെ ഇല്ലാതെയാക്കരുത്. വആഫിനാ ഖബ്ല ദാലിക, ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണം, ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് ഇടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതോടൊപ്പം മഴയുടെ അദബുകളിൽ പെട്ടതാണ് മഴ പെയ്യുന്ന വേളയിൽ ദ്വാരനാല് ദുആഇന് ഫലം കിട്ടും. മഴ പെയ്യുന്ന നേരത്ത് പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള നേരമാണ്. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് കണ്ടില്ലേ നിങ്ങൾ? ഹിൻതാനി, രണ്ട് പ്രാർത്ഥനകൾ, ലാ തുറദ്ദാനി, ഒരിക്കലും അല്ലാഹു തട്ടിക്കളയുകയില്ല. ഒന്ന് അദ്ദുആഉ ഇൻദൻ നിദാ, ബാങ്ക് കൊടുത്തതിന്റെ ശേഷമുള്ള പ്രാർത്ഥന അല്ലാഹു തട്ടിക്കളയൂല. വാങ്ക് കൊടുക്കും, ആ വാങ്ക് കൊടുക്കുന്ന നേരത്ത് നല്ലോണം ശ്രദ്ധിച്ച് വാങ്ക് കേൾക്കുകയും വാങ്കിന്റെ ശേഷം നമ്മൾ ദുആ നടത്തുക. സാധാരണ നമ്മൾ നടത്തുന്ന ദുആഇന്റെ പുറമെ നമ്മളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് ദുആ ചെയ്യാൻ പറ്റിയ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേരമാണ് ഓരോ വാങ്കിന്റെയും ശേഷമുള്ള നേരം. റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, രണ്ട് ദുആകൾ അല്ലാഹു തട്ടിക്കളയുകയില്ല. ഒന്ന് വാങ്ക് കൊടുത്തതിന്റെ ശേഷമുള്ള ദുആ, രണ്ടാമത്തത് വവഖ്തൽ മതർ, മഴ പെയ്യുന്ന നേരത്തുള്ള ദുആഉം ലാ തുറദ്ദു, അല്ലാഹു തട്ടുകയില്ല എന്ന്. അപ്പൊ മഴ പെയ്യുന്ന നേരത്ത് പ്രാർത്ഥിക്കാനും കുറച്ചു നേരം നമ്മൾ സമയം കണ്ടെത്തണം. ഓരോ മഴ പെയ്യുമ്പോഴും അല്ലാഹുവിനോട് ദ്വാരക്കാം. കാരണം അല്ലാഹുവിന്റെ റഹ്മത്ത് ഭൂമിയിൽ വർഷിക്കുന്ന നേരമാണത്. ആ റബ്ബിന്റെ റഹ്മത്ത് കിട്ടുന്ന നേരത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും. നമ്മൾ ആ കാര്യത്തിന് വേണ്ടിയും ശ്രദ്ധിക്കണം. അതോടൊപ്പം മഴ ദുരിതമാവാതിരിക്കാൻ വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. മഴ പെയ്ത് ഇനി വലിയ പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പ്രളയം വരെ സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് മഴ ഒരിക്കലും നമ്മൾക്കൊരു ഉപദ്രവമായി മാറരുത്. ആ ഉപദ്രവമാവാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ സഹാബികളോട് ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളോട് പരാതി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹലകത്തിൽ അംവാൽ, ഞങ്ങളുടെ എല്ലാ സമ്പത്തും നശിച്ചുപോയി. വൻഖതഅതി സുബുൽ, ഞങ്ങളുടെ മാർഗങ്ങൾ മുഴുവനും നിശ്ചലമായി പോയി. ഫദ്ഉല്ലാഹ യുഗീസുനാ, മഴയില്ലാതെ അടുത്ത വരൾച്ച കൊണ്ട് കൃഷിയൊക്കെ നശിച്ച് എല്ലാ അർത്ഥത്തിലും
അവരുടെ മൃഗങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം പോലും കിട്ടാതെ ഞങ്ങൾ പൊറുതിമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് ആ സഹാബി വന്നിട്ട് ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ അഗ്സ്നാ, അല്ലാഹുമ്മ അഗ്സ്നാ, പടച്ചോനെ സഹായിക്കണേ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ. ഇത് ഉദ്ധരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി തങ്ങൾ പ്രാർത്ഥിക്കുന്ന നേരത്ത് ആകാശം ഒരിക്കലും മേഘാവൃതമായിരുന്നില്ല. പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞതും തുടർച്ചയായിട്ടതാ മഴ പെയ്യാൻ തുടങ്ങി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മഴ പെയ്ത് അവസാനം ഈ കൃഷി ചെയ്ത സാധനങ്ങൾ അടക്കം ഒലിച്ചു പോവുകയും എല്ലാവർക്കും വലിയ ദോഷമാവുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായപ്പോ ഇതേ സഹാബി അടുത്ത ആഴ്ച വീണ്ടും വന്നു. റസൂലുള്ളാഹി തങ്ങളോട് ആവലാതി പറഞ്ഞു, നബിയേ, ഇപ്പം മഴ കൊണ്ട് കുടുങ്ങി. നേരത്തെ വെയിൽ കൊണ്ട് വേനൽ കൊണ്ട് വെള്ളമില്ലാത്ത ദുരിതമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആവശ്യത്തിലേറെ വെള്ളം വന്നിട്ടാണ് ദുരിതം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ മഴയൊന്ന് അല്പം ആശ്വാസം ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദ്വാരക്കണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുവേ ഈ മഴയൊന്ന് അപ്പുറത്തേക്ക് മാറ്റിത്തരണം. ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് മഴയായിട്ടുണ്ട്, ഇപ്പോഴും മഴയില്ലാത്ത കേന്ദ്രങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടേക്ക് ഈ മഴയൊന്ന് നീക്കിത്തരണം. വല അലൈന, ഞങ്ങളുടെ തലക്കുമീതെ ഈ മഴ ഇനി പെയ്യിപ്പിക്കല്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹുമ്മ അലൽ ആകാമി വൽലിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതി ശജർ, മലകളുടെ മുകളിൽ മലഞ്ചെരുവുകളിൽ ഇതേപോലെ ആളുകൾക്ക് ശല്യമില്ലാത്ത ഇടങ്ങളിൽ ഈ മഴ പെയ്യിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു. അപ്പൊ മഴ ഗുണകരമാവാൻ വേണ്ടി ദ്വാരക്കണം. അല്ലാഹുമ്മ ജഅൽഹു സ്വയ്യിബൻ നാഫിയ, മഴ കൊണ്ട് ദുരിതമില്ലാതിരിക്കാൻ വേണ്ടി ദ്വാരക്കണം. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. ഇതേപോലെയുള്ള പ്രാർത്ഥനകളൊക്കെയും നമ്മൾ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട, സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ പ്രധാനമാണ് വെള്ളം ഏത് സമയത്തും ഇരച്ചുകയറി പ്രളയമുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറും. അവിടെ താമസിക്കുന്നവർക്ക് അവിടെ നിന്ന് മാറിപ്പോവേണ്ട സാഹചര്യം വരും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഏത് സമയത്തും അലർട്ടായിരിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർ പ്രളയ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആളുകളെ എത്രയും പെട്ടെന്ന് തന്നെ ഉചിതമായ സ്ഥലങ്ങളിലേക്ക് താമസിപ്പിക്കാനുള്ള ഒരു മുൻകരുതൽ അത് നമ്മൾ ഒരുങ്ങി നിൽക്കണം. പ്രളയം വരുമെന്ന ഭീഷണിയൊന്നും മുന്നറിയിപ്പ് പറയല്ല. പ്രളയം വരികയാണ് എങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ട ഒരാൾക്കും ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പ്രളയം നേരിടാനുള്ള ഒരു മുന്നൊരുക്കം ഓരോ നാടുകളിലും നടത്തണം. നമ്മൾ ആ വിഷയത്തിൽ കരുതിയിരിക്കണം. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഉണ്ടാകും. ആ ആളുകളെ റിക്കവർ ചെയ്യാൻ പറ്റിയ സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി വെക്കണം. അതോടൊപ്പം ചില വീടുകളൊക്കെ അങ്ങേയറ്റം ദുർബലമായ വീടുകളുണ്ടാകും. നല്ലോണം മഴ പെയ്താൽ ഇടിഞ്ഞു പൊളിയുന്ന സാഹചര്യത്തിലുള്ള പാവപ്പെട്ട മനുഷ്യന്മാരുടെ വീടുകൾ, അത്തരം വീടുകളിലേക്ക് നമ്മളുടെ ഒരു കണ്ണെപ്പോഴും വേണം. കടുത്ത മഴ പെയ്താൽ ആ വീട് ഏത് സമയത്തും നിലംപൊത്തിപ്പോകും. മഴയോടൊപ്പം കാറ്റും കൂടി അടിച്ചാൽ അവരുടെ വീടിന്റെ മേൽക്കൂര പാറിപ്പോകും. അപ്പോൾ ആ മനുഷ്യർ മഴയത്താകും. നമ്മളൊക്കെ മനുഷ്യന്മാരായി ഇവിടെ ജീവിക്കുമ്പോ ആ ആളുകൾ അങ്ങനെ കഷ്ടപ്പെടാൻ പാടുണ്ടോ? അതുകൊണ്ട് അത്തരം പാവപ്പെട്ടവർ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഈ മഴയുടെ ദുരിതത്തിൽ നിന്ന് അവരെ മാറ്റി പാർപ്പിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കണം. പറ്റുമെങ്കിൽ അവർക്കൊക്കെ നല്ല വീടുകൾ പണിതു കൊടുക്കാനുള്ള സംരംഭങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അക്കൂട്ടത്തിൽ ഒരു കാര്യം പറയാണ്, മഴയാണ്, ആർക്കും ഒരു നിയന്ത്രണവും നടത്താൻ പറ്റാത്ത കോലത്തിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. ചില മനുഷ്യന്മാർക്കൊരു വാശിയുണ്ടാകും, ഈ മഴ എന്റെ പറമ്പിലൂടെ ഒലിച്ചു പോകാൻ പാടില്ല. മുകളിൽ പെയ്യുന്ന മഴ താഴെയുള്ള പറമ്പിലൂടെ പോകും. അത് നമ്മൾ ആരോടും ദേഷ്യം പിടിച്ചിട്ടൊരു കാര്യമില്ല. അപ്പുറത്തെ മനുഷ്യൻ നമ്മുടെ വീടിന്റെ മുകൾ ഭാഗത്ത് താമസിക്കുന്ന ആളുടെ വീട്ടിൽ പെയ്ത മഴ നമ്മുടെ പറമ്പിലേക്ക് വന്നതിന്റെ പേരിൽ അയാളോട് പ്രശ്നമുണ്ടാക്കുകയും അതിന്റെ പേരിൽ കച്ചറ ഉണ്ടാക്കുകയും കേസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ബുദ്ധിശൂന്യമായ പരിപാടികൾക്ക് നമ്മൾ നിൽക്കരുത്. മുകളിൽ നിന്ന് വെള്ളം താഴോട്ടേ പോവുള്ളൂ. ഈ പെയ്യുന്ന മഴ മുഴുവനും പിടിച്ചു വെക്കാൻ ആ വീട്ടുകാരന് പറ്റുമോ? അതുകൊണ്ട് ഇത്തരം അനാവശ്യമായ കാര്യങ്ങൾക്കൊന്നും തർക്കിക്കാൻ നിൽക്കരുത്. അതോടൊപ്പം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. വെള്ളം ഒഴുകിപ്പോവാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഗവൺമെന്റ് റോഡ് പണിയുമ്പോൾ ഡ്രെയിനേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഡ്രെയിനേജ് ഒക്കെ നമ്മളായിട്ട് ബ്ലോക്ക് ആക്കിയതാണ്. എന്തിനാ ബ്ലോക്ക് ആക്കിയത്? നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ മുഴുവനും കൊണ്ടുപോയിട്ട് നമ്മൾ ഈ മാലിന്യത്തിന് ഒഴുകിപ്പോവേണ്ട ഡ്രെയിനേജുകളിൽ കൊണ്ടുപോയിട്ട് ആ ഡ്രെയിനേജുകളൊക്കെ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട്.
ഇപ്പോഴെന്തായി? ആ ബ്ലോക്കാക്കിയ ഡ്രെയിനേജിലൂടെ വെള്ളം പോകാതെ വെള്ളം റോട്ടിലെത്തി. ഇപ്പൊ മനുഷ്യന്മാരുടെ വാഹനത്തിൽ അവർക്ക് പോകാൻ പറ്റുന്നില്ല, ആളുകൾക്ക് റോഡൊന്ന് മുറിച്ചു കിടക്കാൻ പറ്റുന്നില്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരിക്കലും വഴിയിൽ ഇത്തരം മാലിന്യങ്ങൾ കൊണ്ടുപോയി ഇടരുത്, ജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന ഒരു പണിയും ഉണ്ടാക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ വലിയ ഗൗരവത്തിൽ നമ്മളോട് താക്കീത് ചെയ്തിട്ടുണ്ട്. മൻ സല്ല സഖീമതഹു അലാ ത്വരീഖിൻ ഫഅലൈഹി ലഅനത്തുല്ലാഹ് വൽ മലായികതി വന്നാസി അജ്മഈൻ. ജനങ്ങളുടെ സഞ്ചാരവഴി തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ആരെങ്കിലും മാലിന്യങ്ങൾ കൊണ്ടുപോയിട്ടാൽ ആ മനുഷ്യന് അല്ലാഹുവിന്റെ ശാപമുണ്ട്, മലക്കുകളുടെ ശാപമുണ്ട്, സകല മനുഷ്യരുടെയും ശാപമുണ്ട്. നമ്മളെ വീട്ടിലെ മാലിന്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ കടയിലെ മാലിന്യങ്ങൾ ഏത് തരത്തിലുള്ള വേസ്റ്റുകളാവട്ടെ അത് കൊണ്ടുപോയി ഡംപ് ചെയ്യാനുള്ള ഏരിയയല്ല നമ്മളുടെ റോഡുകൾ, അതേപോലെ റോഡിന്റെ സൈഡുകളിലുള്ള ഡ്രെയിനേജുകൾ. ഈ ഒരു ബോധം നമ്മൾക്കുണ്ടാവണം. അതിന്റെ ദുരന്തം വളരെ വലുതായിരിക്കും. ഈ പ്രളയമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കാത്തതാണ് എന്നൊരു ചിന്ത നമ്മൾക്കുണ്ടാവുകയും ഇങ്ങനെ നമ്മളായിട്ട് എവിടെയെങ്കിലും ബ്ലോക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നിട്ട് ആ മാലിന്യം മാറ്റാനുള്ള ഉത്തരവാദിത്വം നമ്മൾക്കുണ്ടാവേണ്ടതുണ്ട്. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ വീട്ടിൽ വലിയ മരങ്ങളുണ്ടാകും. ആ മരത്തിന്റെ വലിയൊരു ഭാഗവും അയൽവാസിയുടെ പറമ്പിലേക്ക് ചെരിഞ്ഞു നിൽക്കുകയാണ്. നല്ലോണം ഒരു മഴ പെയ്താൽ ഈ മരം കടപുഴകി അപ്പുറത്താരുടെ വീട്ടിന്റെ മുകളിൽ വീഴും. അങ്ങനെ വീട്ടിലേക്ക് വീണാൽ അതിന്റെ ഉത്തരവാദിത്വം നിയമപ്രകാരം തന്നെ ആ മരത്തിന്റെ ഉടമക്കാണ്. അയാൾക്ക് വല്ല നാശനഷ്ടവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ വീട്ടിലെ മരം വീണ് അപ്പുറത്തെ വീട്ടുകാരന് ദോഷമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ദോഷത്തിന് പരിഹാരമുണ്ടാക്കേണ്ടത് ഈ മരത്തിന്റെ ഉടമയാണെന്ന് ഇന്നത്തെ റിപ്പോർട്ടുകളിലും ഞാൻ വായിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വീട്, നമ്മളുടെ പറമ്പ്, നമ്മളുടെ മരം ഇത് മാത്രം സേഫായിരിക്കട്ടെ, ബാക്കിയുള്ളവർ എന്തായാലും കുഴപ്പമില്ല എന്ന ഇത്തരം സ്വാർത്ഥമായ നിലപാടുകൾ, സ്വാർത്ഥ നിലപാടുകൾ നമ്മൾക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ എപ്പോഴും രക്ഷപ്പെടുത്താനും നമ്മൾ കാരണം ഒരാൾക്കും ഒരു ദോഷവും ഇല്ലാതിരിക്കാനുമുള്ള വലിയ ചിന്ത നമ്മൾക്കുണ്ടാവണം. അതോടൊപ്പം തുടർച്ചയായ മഴയാണ്. സാധാരണഗതിയിൽ പുറത്തുപോയി ജോലി ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവും. ആ ആളുകളുടെ ജോലിയൊക്കെ മുടങ്ങിപ്പോകും. സ്കൂളുകളൊക്കെ തുറക്കാനായ നേരമാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള നേരമാണ്. പണിക്ക് പോയിട്ടില്ലെങ്കിൽ ദിവസവും ഒരു 800 രൂപ കൂലിക്ക് പണിക്ക് പോകുന്ന പാവപ്പെട്ട മനുഷ്യനുണ്ടാകും. ആഴ്ചകളോളം ഇങ്ങനെ മഴ പെയ്താൽ ആ മനുഷ്യന്റെ കയ്യിൽ ഒരു രൂപയുണ്ടാകൂല, വീട്ടിലേക്ക് ഭക്ഷണത്തിന് മാർഗമുണ്ടാകൂല, കുട്ടികളുടെ പഠന സാമഗ്രികൾ വാങ്ങാൻ പണമുണ്ടാകൂല. അത്തരം ആളുകളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അവർക്ക് അത്യാവശ്യമായത് ചെയ്തു കൊടുക്കാനുമുള്ള ഒരു ചിന്ത നമ്മൾക്കുണ്ടാവണം. അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. മഴ അനുഗ്രഹമാക്കി അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. മഴ പ്രളയമായി ദുരിതപ്പെയ്ത്താകുന്ന ഒരവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.